താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തിരുവനന്തപുരം പൗർണമിക്കാവ് ദേവീക്ഷേത്ര ട്രസ്റ്റും കാലടി ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷനും ശൃംഗേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങൾ ഏപ്രിൽ 16 മുതൽ 21 വരെ കാലടി ശൃംഗേരി മഠത്തിൽ നടക്കും. കുംഭമേളയിൽ നടക്കുന്ന ഗംഗാ ആരതിക്ക് സമാനമായ മുതലക്കടവ് സ്നാനവും പൂർണ്ണ ആരതിയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. കാലടിയിൽ പൂർണ്ണ നദീ തീരത്ത് കാലടിയിൽ ജനിച്ചു എന്ന് കുറെ അവ്യക്തമായ സൂചനകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. ഈ പറഞ്ഞ ആചാര്യസ്വാമികൾ വലിയ പണ്ഡിത സദസ്സ് ഒന്ന് സംയോജിപ്പിച്ച് വളരെ വിശദമായ പഠനങ്ങൾ നടത്തി ചരിത്രപരമായ ആധാരങ്ങളെല്ലാം സംഗ്രഹിച്ച് അതോടൊപ്പം തന്നെ ലിറ്റററി എവിഡൻസ് എന്ന് പറയും, അതായത് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ശങ്കരാചാര്യരെ രചിച്ച ഗ്രന്ഥങ്ങളും ശങ്കരാചാര്യരുടെ കുറിച്ച് അദ്ദേഹത്തിനെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിനെ സിദ്ധാന്തപരമായി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ ആളുകളുടെ എല്ലാം ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ച് അത് വളരെ വിപുലമായ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ വളരെക്കാലം ദീർഘമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രീശങ്കരൻ ഈ പറയുന്ന 8-ാം നൂറ്റാണ്ടിൽ ഈ കാലടിയിൽ പൂർണ്ണനദീ തീരത്ത് ജനിച്ചു എന്നുള്ള വസ്തുത ആധാരപൂർവം അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. തിരുവനന്തപുരം പൗർണമിക്കാവ് ദേവി ക്ഷേത്ര ട്രസ്റ്റും കാലടി ശ്രീശങ്കര സാങ്കേത് ഫൗണ്ടേഷനും ശൃംഗേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങൾ ഏപ്രിൽ 16 മുതൽ 21 വരെ കാലടി ശൃംഗേരി മഠത്തിൽ നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി കുംഭമേളയിൽ നടക്കുന്ന ഗംഗാ ആരതിക്ക് സമാനമായ മുതലക്കടവ് സ്നാനവും പൂർണ്ണ ആരതിയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹം ശ്രീകൃഷ്ണസ്വാമിയെ അദ്ദേഹത്തിൻ്റെ കുലദേവതയായി പ്രാർത്ഥിച്ചിരുന്നു. ദാരിദ്ര്യമുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ലാഞ്ഞതിന് ആ അമ്മ ഉപ്പിലിട്ട നെല്ലിക്ക കൊടുത്തപ്പോൾ അവിടെ നിന്നുകൊണ്ട് ജപിച്ച മന്ത്രം കനകധാരാസ്തവം കേരളത്തിലെ 14 ജില്ലകളിലും ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ശങ്കരജയന്തി മുതൽ നിത്യേന ജപിക്കുന്ന ഒരു ചടങ്ങിന് കൂടി നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. അംഗം ഹരേ പുളകഭൂഷണം ആശ്രയന്തി എന്ന മഹത്തായ കനകധാരാസ്തവം അർത്ഥസഹിതം വീടുകളിലെത്തിക്കുകയും ജാതി മത വർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാമം ജപിച്ചാൽ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതെയാവും. ദാരിദ്ര്യം സമ്പത്തിൻ്റെ മാത്രമല്ല, സ്നേഹത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ ഒക്കെ ദാരിദ്ര്യം ഒഴിവാക്കുന്ന കൃതി വീടുകളിലെത്തിക്കുന്നു. ഒപ്പം ഭൗതികമായ ചില കാര്യങ്ങൾ കൂടി നമ്മുടെ സമൂഹത്തിനുണ്ടാകണം എന്ന അർത്ഥത്തിൽ 2 യുവതി യുവാക്കളുടെ വിവാഹം ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷനും തിരുവനന്തപുരം പൗർണമിക്കാവ് ദേവി ക്ഷേത്ര ട്രസ്റ്റും കൂടി നടത്തുകയാണ്. അവർക്കുള്ള സ്വർണം, അവരുടെ ബന്ധുക്കളുടെ ഭക്ഷണം, വസ്ത്രം, ഏതാണ്ട് ഒരു വിവാഹത്തിന് 5 ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു പദ്ധതി പ്രകാരം 2 കുടുംബങ്ങളെ നമ്മൾ വിവാഹിതരാക്കുന്നു. 10 ലക്ഷം രൂപയാണ് അതിന് ചെലവ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ആധ്യാത്മിക, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ മികവ് പുലർത്തിയ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന 10 പേരെ കാലടിയിലേക്ക് ക്ഷണിച്ച് അവരെ ആദരിക്കുന്നു. ഒപ്പം 10 യുവ ദമ്പതികളെ 25-നും 33 വയസ്സിനും ഇടയിലുള്ള 10 യുവ ദമ്പതികളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നല്ല കുടുംബജീവിതം നയിക്കുന്ന, കൂടുമ്പോൾ ഇമ്പമാണ് കുടുംബം, ആ സങ്കല്പത്തിൽ നമ്മുടെ കൈലാസത്തിലെ ശങ്കരൻ, കാലടിയിലെ ശങ്കരൻ എന്ന ഒരു സങ്കല്പത്തിൽ പരമശിവൻ്റെ കുടുംബത്തിൽ ആ ജീവജാലങ്ങൾ ജീവിക്കുന്നത് പോലെ അത് സമൂഹത്തിന് പുതിയ സന്ദേശമായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പരസ്പരം ശത്രുക്കളായ ജീവജാലങ്ങളാണ് അവിടെ വാഹനമായും ആഭരണമായും ഒക്കെ ഉള്ളത്. പാമ്പും എലിയും മയിലും സിംഹവും കാളയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു മഹാസന്ദേശം നമുക്ക് കാലടിയിൽ നിന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു.
കാശ്മീരി പണ്ഡിറ്റുകൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 16, 17 തീയതികളിൽ നവചണ്ഡിക മഹായാഗം, 18 അദ്വൈതം 2026 സാംസ്കാരിക സമ്മേളനം, 19 അമൃത മഹോത്സവം, 2 യുവതികളുടെ വിവാഹം, മാതൃവന്ദനം തുടങ്ങിയവയുണ്ടാകും. മുതലക്കടവ് പൂർണ്ണ ആരതിയും സ്നാനവും എന്ന പേരിലാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ തുടങ്ങുന്ന മുതലക്കടവ് പൂർണ്ണ ആരതിയും സ്നാനവും 2030 മഹാകുംഭമേളയാക്കി മാറ്റുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 26, 27, 28, 29 വർഷങ്ങളിൽ മുതലക്കടവ് പൂർണ്ണ ആരതിയും സ്നാനവും 2030 നമ്മളതിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഭാരതത്തിലെയും ഭാരതത്തിന് പുറത്തുള്ളതുമായിട്ടുള്ള 1,80,000 18 വയസ്സിനും 32 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 1,80,000 യുവതി യുവാക്കളുടെ സ്വാഗത സംഘം രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ 2030 ഈ കുംഭമേളയ്ക്ക് കാലടിയുടെ ആദിശങ്കര ജന്മഭൂമിയായ പൂർണ്ണ നദിയുടെ തീരത്ത് മുതലക്കടവിൽ ലോകപ്രശസ്തമായിട്ട് ഈ സനാതനധർമ്മത്തിന് വേണ്ടി ഈ സനാതനധർമ്മത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയ, നമുക്കൊക്കെ ജന്മം നൽകിയ നമ്മുടെ പുണ്യഭൂമിയായ കാലടിയിലെ ഓരോ നിവാസികളും ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ നോക്കാതെ ഓരോരുത്തരുടെയും കടമയാണ് ഈ കാലടിയെയും മുതലക്കടവിനെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. ആ ദൗത്യത്തിനാണ് നമ്മൾ ഈ വർഷം തുടക്കം കുറിക്കുന്നത്. ശൃംഗേരി മഠം മുൻ മാനേജർ പ്രൊഫസർ എ സുബ്രഹ്മണ്യ അയ്യർ, ശൃംഗേരി മഠം മാനേജർ പ്രൊഫസർ PV രാജാരാമൻ, ഭാഗവത ആചാര്യൻ പള്ളിക്കൽ സുനിൽ ജി, സൂര്യനാരായണ ഭട്ട്, ട്രസ്റ്റ് ചെയർമാൻ TS ബൈജു, ദേവി നായർ, ശശി തറനിലം, ഒക്കൽ അശോകൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.